അതെ, കുറച്ച് തൈര് സാദം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് പൊന്നിയരി എടുത്ത് വേകാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കായം വെള്ളത്തിലിട്ട് വെക്കണം. ഈ വെന്ത പൊന്നിയരി ചോറിലേക്ക് നമുക്ക് 1 കപ്പ് പാലൊഴിച്ച് മിക്സാക്കി വെക്കാം. അത് തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് 1½ ടീസ്പൂൺ ബട്ടർ കൂടെ ആഡ് ചെയ്ത് മിക്സാക്കി വെക്കണം. എന്നിട്ട് അത് കുറച്ചും കൂടെ തണുത്ത് കഴിയുമ്പോൾ അതിലേക്ക് 1 കപ്പ് തൈരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി വയ്ക്കണം. എന്നിട്ട് ഒരു കടായിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിക്കണം. എന്നിട്ട് അതെല്ലാം പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും കുറച്ച് കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ഇത് ഒരു കളർ മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് 2 വറ്റൽമുളക് കൂടെ ചേർത്ത് അതൊന്ന് വதക്കി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കൂടെ വഴറ്റി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞ് ചേർക്കണം. എന്നിട്ട് നമുക്ക് കായം കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ റൈസിലേക്ക് മിക്സ് ചെയ്ത് കഴിക്കാം.